ഇപ്പോൾ കോതമംഗലത്ത് ലവ് ജിഹാദിനെ തുടർന്ന് മരിച്ച സോനയുടെ സുഹൃത്ത് ജോൺസിയുടെ പ്രതികരണം കാണാം. ഇറങ്ങി വന്നിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ വാപ്പയും ഉമ്മയും പുറകെ ഓടി. അപ്പോഴത്തേക്കും ഇവിടെ കൊണ്ട് ആക്കിയെന്നാണ് പറഞ്ഞത്. ആക്കി പിറ്റേ ദിവസം ആണെങ്കിൽ പിറ്റേ ദിവസത്തെ അന്നത്തെ കാര്യം പറയുന്നത്. അപ്പോഴത്തേക്കും അന്ന് കണ്ടപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, ഇടി ഇങ്ങനെ തന്നെ മതം മാറണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രേരിപ്പിക്കലാണ്. മതം മാറണം എന്ന് പറഞ്ഞാൽ അവർ പ്രേരിപ്പിക്കുക, പൊന്നാനി കൊണ്ടേ ആക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും അവൾ പറഞ്ഞിട്ട് എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞ്. അപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ അടിമാലിക്ക് കൊണ്ടുപോയി. എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവളെന്ത് ചെയ്ത്, അപ്പോഴത്തേക്കും അവനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി എല്ലാ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ശരിയാക്കി അടിമാലിയിൽ. അപ്പോഴത്തേക്കും എല്ലാ ഇതും ശരിയാക്കി എല്ലാം പറഞ്ഞപ്പോഴത്തേക്കും റമീസിന് ഇടയ്ക്കിടയ്ക്ക് കോൾ വരുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എടി ശരിയാകത്തില്ല, നമുക്ക് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൾ ആലുവയിൽ പോയിട്ട് വാപ്പയും ഉമ്മയും എല്ലാവരും കുടുംബക്കാരും സഹിതം നമുക്ക് രജിസ്റ്റർ മാരേജ് അവർ സമ്മതിച്ചു എന്ന് പറഞ്ഞ് സോനാപ്പിനെ നിർബന്ധമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക. ഞായറാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് അവൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകുക. അപ്പോൾ സോനാപ്പിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്നെ ഒന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് വിട്ടാൽ മതി എന്ന് അവൾ കർശനമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് ആ വീട്ടിൽ പോകാൻ താല്പര്യമില്ല, അവർ വീണ്ടും എന്നെ മതം പറഞ്ഞ് മാറ്റുമെന്ന് പറഞ്ഞ് അവൾ ഇതാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും എന്നിട്ട് അവളങ്ങ് പോയി. അവൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ റമീസിൻ്റെ കൂടെ പോയി. അപ്പോഴത്തേക്കും വീട്ടിലേക്കാണ് പോയത്. ഞാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ, എടി നീ അവിടെ എത്തി? അപ്പോൾ പറഞ്ഞിട്ട് ഞാൻ എത്തുമ്പോൾ വിളിക്കാം, എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിളിച്ച്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവളൊരു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ച്. രാത്രി 8:30-9 മണി ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, എടി എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കുക അങ്ങനെ ആൾക്കാന്ന് പറഞ്ഞാൽ അവൾ കരഞ്ഞോണ്ട് വിളിക്കും എന്നെ. വിളിച്ചു. എന്നിട്ടാണെങ്കിൽ ഞങ്ങളില്ല മൂവാറ്റോട് വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു, ചുമന്ന് കിടക്കും, തടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, റേമി അടിച്ചതാ എന്ന് പറഞ്ഞു. അവൾ എന്നാൽ അടിച്ചെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്ക് അവൾ ചേട്ടാ നീ എന്തിനാണ് അവളെ അടിച്ചേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ മൈൻഡൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു, എന്നിട്ടാണെങ്കിൽ അവൻ്റെ റൂമിൽ പൂട്ടിയിട്ടൊക്കെ അടി എന്നെ വീട്ടിൽ അവർ ചായയൊക്കെ തന്ന് സഹകരിക്കാൻ തുടങ്ങി. ഞാൻ കുടിച്ചൊന്നും ഇല്ല, എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ ഇതായിട്ട് തിന്നു. എന്നെ മതം മാറാൻ വേണ്ടി എന്നെ പൊന്നാനി കൊണ്ടേ ആക്കാൻ വേണ്ടി പോവാടി എന്ന് പറഞ്ഞ് അവളെന്നെ വിളിച്ച് കരയുക. അപ്പോഴത്തേക്കും സോനയുടെ സുഹൃത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.